ഹായ് സ്റ്റുഡൻസ്, സോളാർ എനർജി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് ശേഷം നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്ന പേപ്പറിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വിൻഡ് എനർജി. സോളാർ എനർജി പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നോൺ കൺവെൻഷണൽ എനർജി സോഴ്സാണ് വിൻഡ് എനർജി. നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും അതൊരിക്കലും കഴിഞ്ഞു പോണില്ല. ഒരു റിന്യൂവബിൾ എനർജി സോഴ്സാണ്, ഒരു നോൺ കൺവെൻഷണൽ എനർജി സോഴ്സാണ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് വിൻഡ് എനർജി. അപ്പോൾ വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. വിൻഡ് എനർജി എങ്ങനെയെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം, വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം വിൻഡ് എനർജിയെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് എന്താണ് വിൻഡ് എനർജി എന്നുള്ളതാണ്. വിൻഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫ്ലോ ആണ്, അല്ലേ? എയർ ഫ്ലോ ഡ്യൂ ടു ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് എർത്ത് സർഫസിൽ, എർത്തിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്, അല്ലേ? അറ്റ്മോസ്ഫിയറിലാണ് അറ്റ്മോസ്ഫിയർക്ക് എയർ ഉള്ളത്. നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉൾപ്പെടുന്ന പല ഗ്യാസസ് ഈ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഈ എയർ ഫ്ലോ ചെയ്യുന്നതാണ് വിൻഡ്. എങ്ങനെയാണ് എയർ ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടിയ റീജിയൻസും പ്രഷർ കുറഞ്ഞ റീജിയൻസും ഫോം ചെയ്യുകയാണ്. അങ്ങനെ പ്രഷർ കൂടിയോടത്തുനിന്ന് പ്രഷർ കുറഞ്ഞോടത്തേക്ക് ഫ്ലോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി എല്ലാ ഗ്യാസസും കാണിക്കും, എയറും കാണിക്കും. ഓക്കെ, അപ്പോൾ പ്രഷർ കൂടിയോടത്തുനിന്ന് പ്രഷർ കുറഞ്ഞോടത്തേക്ക് ഈ എയർ എന്ത് ചെയ്യുകയാണ്, ഫ്ലോ ചെയ്യുകയാണ്. ഈ ഒരു ഫ്ലോ ആണ് വിൻഡ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡ് ഈസ് കോസ്ഡ് ബൈ ദ ഫ്ലോ ഓഫ് എയർ ഡ്യൂ ടു ദ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രഷർ വ്യത്യാസം, മർദ്ദ വ്യത്യാസമാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസം കാരണം എയർ ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുക. നോക്കുക, വിൻഡ് റിസൾട്ട്സ് ഫ്രം എയർ ഇൻ മോഷൻ അറൈസസ് ഫ്രം എ പ്രഷർ ഗ്രേഡിയൻറ്റ്. ഓക്കെ, ചലിക്കുന്ന വായു, മർദ്ദവ്യത്യാസം കാരണം ചലിക്കുന്ന വായുവാണ് കാറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക എങ്ങനെയാണ് അപ്പോൾ ഈ മർദ്ദവ്യത്യാസം ഉണ്ടാവുന്നത് അറ്റ്മോസ്ഫിയറിൽ. നമുക്കറിയാം സോളാർ എനർജി എർത്തിൻ്റെ പല മേഖലകളിൽ വീഴുന്നുണ്ട്, അല്ലേ? അത് ഏറ്റവും നന്നായിട്ട് വീഴുന്നത് എവിടെയാണ്? ഏറ്റവും നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വീഴുന്നത് ഇക്വേറ്ററിലാണ്, ഇക്വറ്റോറിയൽ റീജിയൻസിലാണ്, ഭൂമധ്യരേഖാ പ്രദേശത്താണ്, അല്ലേ? കുറച്ചുകൂടി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വീഴുന്നത്. പോളാർ റീജിയൻസിലേക്കൊക്കെ പോകുന്നതോറും എന്ത് ചെയ്യും, ചെരിഞ്ഞിട്ടാണ് വീഴുക. അപ്പോൾ പോളാർ റീജിയൻസിലൊക്കെ അതുകൊണ്ട് തന്നെ പതുക്കെയാണ്, പിന്നെ ചൂടാവില്ല, അല്ലേ? അത് തണുപ്പായിരിക്കും അവിടെയൊക്കെ. എന്നാൽ ഇക്വേറ്ററിലോ ഡേ ടൈമിൽ നല്ല ഹോട്ടായിരിക്കും. കാരണം നോർമൽ പെർപെൻഡിക്കുലർ ഇൻസിഡൻസ് ആണ് സോളാർ ലൈറ്റിന് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഒരു സോളാർ ഇറേഡിയേഷൻ കാരണം തന്നെയാണ് വിൻഡ് ഉണ്ടാവുന്നത് ശരിക്കും. ഓക്കെ, അതായത് പിന്നെ ഇക്വേറ്ററിൽ നോർമലായിട്ട് സോളാർ ലൈറ്റ്, സൺലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നന്നായിട്ട് ചൂടാവും. നന്നായിട്ട് ചൂടാവുമ്പോൾ അവിടുത്തെ എയറൊക്കെ എന്ത് ചെയ്യും, എയറിൻ്റെയൊക്കെ ഡെൻസിറ്റി കുറയും. ഓക്കെ, അങ്ങനെയാണ്. ചൂടായിട്ടുള്ള എയറിൻ്റെ ഡെൻസിറ്റി കുറവാണ്, തണുത്ത എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കുറയും. ഇക്വേറ്റർ റീജിയനിലുള്ള എയറിൻ്റെ ഡെൻസിറ്റി കുറയും. ഹോട്ട് എയർ ആണ്, അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, മുകളിലേക്ക് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ അത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഫ്രീ ആയി, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, ഈ പോളാർ റീജിയൻസിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്നുള്ള, പ്രധാനമായിട്ട് പോളാർ റീജിയൻസിൽ ധ്രുവപ്രദേശങ്ങളിലൊക്കെ നിന്നുള്ള ഈ കൂൾ എയർ, അല്ലേ, തണുത്ത വായു, അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, അതെന്ത് ചെയ്യും, ഈ ഇക്വേറ്റർ റീജിയനിലേക്ക് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞിട്ട് എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും അവിടെ പ്രഷർ കുറയുകയാണ്, ഇക്വേറ്ററിൻ്റെ മുകളിലുള്ള പ്രഷർ കുറയുകയാണ്. അപ്പോൾ പ്രഷർ കൂടിയ കൂൾ എയർ, അല്ലേ, ഈ പോളാർ റീജിയനിൽ നിന്ന് ഈ ഇക്വേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതാ എങ്ങനെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഇങ്ങനെയാണ് വിൻഡ് ഉണ്ടാവുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേറ്റർ റീജിയനിൽ സൺലൈറ്റ് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള എയർ നന്നായിട്ട് ഹീറ്റഡ് ആവും, അല്ലേ? ആ ഹോട്ട് എയറിൻ്റെ ഡെൻസിറ്റി കുറവാണ്, മുകളിലേക്ക് പോവും. അപ്പോൾ അവിടെ പ്രഷർ കുറയും. എന്നാൽ പോളാർ റീജിയൻസിൽ കൂൾ എയർ ആണ്, ഡെൻസിറ്റി കൂടുതലാണ്, പ്രഷർ കൂടുതലാണ്, അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, എയർ ഫ്ലോ ചെയ്യും. ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം എയർ ഫ്ലോ നടക്കും. ഈ ഒരു രീതിയിലാണ്
എയർ ബേസിക് ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷേ എയറിനെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഘടകങ്ങളും ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻഡ് ഈസ് ബേസിക്കലി കോസ്ഡ് ബൈ ദ സോളാർ എനർജി റേഡിയേറ്റിംഗ് ദ എർത്ത്. ഓക്കെ, എർത്തിൽ വന്ന് പതിക്കുന്ന സോളാർ എനർജിയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വിൻഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇക്വേറ്ററിൽ സോളാർ എനർജി നന്നായിട്ട് വീഴുമ്പോൾ ചൂടാവും അല്ലേ, പ്രഷർ കുറയും. അപ്പോൾ മറ്റേ പോളാർ റീജിയൻസിൽ ചെരിഞ്ഞിട്ടാണ് പതിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ കൂളാണ്, അവിടെ ഡെൻസിറ്റിയും പ്രഷറൊക്കെ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടുന്നിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് എയർ ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സോളാർ റേഡിയേഷൻ കാരണമാണ് വിൻഡ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വിൻഡ് ഹാസ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് സോളാർ എനർജി. അതുകൊണ്ട് തന്നെ കാറ്റിന് ഈ സോളാർ എനർജിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നോക്കുക, സോ വിൻഡ് യൂട്ടിലൈസേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് സോളാർ ടെക്നോളജി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സോളാർ ടെക്നോളജി പഠിച്ചു, സോളാർ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമുക്ക് സോളാർ ടെക്നോളജി എന്ന് വിളിക്കാം. ഈ സോളാർ ടെക്നോളജിയുടെ തന്നെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വിൻഡ് എനർജി യൂട്ടിലൈസേഷനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം സോളാർ എനർജി തന്നെയാണ് ഈ വിൻഡ് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോളാർ ടെക്നോളജിയിൽ ഉപയോഗിച്ച ടെക്നിക്സ് അല്ലേ, അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഈ വിൻഡ് എനർജി യൂട്ടിലൈസേഷനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു സംഗതി മാത്രമൊന്നുമല്ല വിൻഡിനെ സ്വാധീനിക്കുന്നുള്ളൂ, ഈ സോളാർ റേഡിയേഷൻ മാത്രമൊന്നുമല്ല സ്വാധീനിക്കുന്ന വേറെയും ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഘടകമാണ് കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേകതരം ഫോഴ്സാണ്. ഈ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഫോഴ്സാണ് കൊറിയോളിസ് ഫോഴ്സ്. ഈ കൊറിയോളിസ് ഫോഴ്സും വിൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് അറിയോ? ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എയർ ഈസ്റ്റേൺ സൈഡിലേക്കുള്ളൊരു ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, അതായത് കിഴക്ക് വശത്തേക്ക് വീശാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയറിലാവട്ടെ വെസ്റ്റേൺ ഡയറക്ഷനിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീശാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതിനൊക്കെ കാരണം എന്താണ്? ഈ കൊറിയോളിസ് ഫോഴ്സ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അല്ലേ. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം, എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്വയം കറങ്ങുന്നുണ്ടല്ലോ, അത് കാരണം ഉണ്ടാവുന്ന ഒരു കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നൊരു ഫോഴ്സ് അല്ലേ. അതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ അല്ലേ കാറ്റിനെ കിഴക്ക് ദിശയിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഈ എയറിനെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് എയർ വിൻഡിനെ അല്ലേ എന്ത് ചെയ്യുന്നത്? വെസ്റ്റേൺ ഡയറക്ഷനിലേക്കും ഒരു ഡിഫ്ലക്ഷൻ കാണിക്കാൻ സഹായിക്കുന്നത്. നോക്കുക, കൊറിയോളിസ് ഫോഴ്സ് ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ ആൾസോ ഇൻഫ്ലുവൻസ് ഓൺ വിൻഡ്. എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു സംഗതിയാണ്, നമ്മുടെ വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ് ഫ്രിക്ഷൻ. അതായത് വിൻഡ് ഇങ്ങനെ വീശുന്ന സമയത്ത് എർത്തിൻ്റെ സർഫസിൽ ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ടാവാം, ഒരുപാട് ട്രീസ് ഉണ്ടാവാം അല്ലേ, അങ്ങനെ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ്, ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട് അല്ലേ. അതുമായിട്ട് ഈ എയർ ഫ്രിക്ഷൻ സംഭവിക്കുമല്ലോ. ആ ഫ്രിക്ഷനും എന്ത് ചെയ്യാറുണ്ട്? ഈ എയറിൻ്റെ ഫ്ലോനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ, സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ബൗണ്ടറി ലെയർ ഫ്രിക്ഷണൽ എഫക്ട്സ് ബിറ്റ്വീൻ ദ മൂവിങ് എയർ ആൻഡ് എർത്ത് സർഫസ് ആൾസോ അഫക്റ്റ് ഓൺ ദ വിൻഡ്സ് അല്ലേ. എർത്ത് സർഫസിലുള്ള ഇതുപോലുള്ള ഒബ്ജക്റ്റുകളും ഈ മൂവിങ് എയറും ചലിച്ചുകൊണ്ടിരിക്കുന്ന എയറും തമ്മിലുള്ള ഫ്രിക്ഷണൽ എഫക്ട്സ്, ഘർഷണം അല്ലേ, അതും എന്ത് ചെയ്യുന്നുണ്ട്? വിൻഡിൻ്റെ ഫ്ലോനെ അല്ലേ, അതിൻ്റെ ഡയറക്ഷനെയും സ്പീഡിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക, നമ്മുടെ എർത്തിൽ രണ്ട് മെക്കാനിസംസ് കാരണമാണ് പ്രധാനമായിട്ടും ലോക്കൽ വിൻഡ്സ് ഉണ്ടാവുന്നത്, പ്രാദേശിക വാതകങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് കാറ്റ് വീശാൻ രണ്ട് കാരണങ്ങളാണ്, രണ്ട് മെക്കാനിസംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ മെക്കാനിസംസ്? ഒന്ന് നോക്കുക, അൺഈക്വൽ സോളാർ അബ്സോർപ്റ്റിവിറ്റീസ് ആൻഡ് തെർമൽ ടൈം കോൺസ്റ്റൻസ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ഈസ് അനദർ ഫാക്ടർ എഫക്റ്റ് ഓൺ വിൻഡ് അല്ലേ. അതായത് നമ്മളുടെ ഭൂമിയിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്, കരപ്രദേശമുണ്ട്, കടൽ പ്രദേശമുണ്ട് അല്ലേ, ലാൻഡും സീയും ആണ്. മൂന്നിൽ രണ്ട് ഭാഗവും സീ ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സീ വാട്ടറിനും അതുപോലെ ലാൻഡിനും ഈ തെർമൽ അബ്സോർപ്റ്റിവിറ്റീസും അതുപോലെ തെർമൽ കോൺസ്റ്റൻസും ഒക്കെ ഡിഫറൻ്റ് ആണ്. ഓക്കെ, സോളാർ അബ്സോർപ്റ്റിവിറ്റീസും തെർമൽ ടൈം കോൺസ്റ്റൻസും ഒക്കെ എന്താണ്? അൺഈക്വൽ ആണ്, തുല്യമല്ല. ഇപ്പോൾ ഈ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ സോളാർ അബ്സോർപ്റ്റിവിറ്റി പകല് അല്ലേ, പകലത് എന്ത് ചെയ്യാണ്? പതുക്കെയാണ് ചൂടാവുള്ളൂ. ഓക്കെ, എന്നാൽ രാത്രിയോ പെട്ടെന്ന് തണുക്കും. അതാണ് കടലിൻ്റെ സവിശേഷത.
എന്നാൽ കരയുടെ സവിശേഷത എന്താ? പകൽ പെട്ടെന്ന് ചൂടാവും അല്ലേ, പക്ഷേ രാത്രി പതുക്കെയാണ് തണുക്കുള്ളൂ. അതായത് ഹീറ്റിങ്ങും കൂളിങ്ങും റാപ്പിഡാണ് ലാൻഡിൻ്റെ കേസിൽ അല്ലേ, അത് സ്ലോ ആണ് സീയുടെ കേസിൽ. അപ്പോൾ എന്താ സംഭവിക്കുക? ഡേ ടൈമിൽ കര നന്നായിട്ട് ചൂടാവും, കടൽ പതുക്കെയാണ് ചൂടാവുള്ളൂ അല്ലേ. അപ്പോൾ കരയുടെ മുകളിൽ ഹോട്ട് എയർ ആയിരിക്കും, അതെന്ത് ചെയ്യും? ഡെൻസിറ്റി കുറഞ്ഞിട്ട് മുകളിലേക്കാണ് പോകും. ഓക്കെ. എന്നാൽ കടലിൻ്റെ മുകളിൽ എന്തായിരിക്കും? കൂൾ എയർ ആയിരിക്കും പകൽ, കാരണം പതുക്കെയാണല്ലോ ചൂടാവുന്നുള്ളൂ. അപ്പോൾ ആ കൂൾ എയറിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, പ്രഷർ കൂടുതലാണ് അല്ലേ. അപ്പോൾ ആ പ്രഷർ കൂടിയ, ഡെൻസിറ്റി കൂടിയ കടലിൻ്റെ മുകളിലുള്ള എയർ പകൽ സമയങ്ങളിൽ കരയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? വീശും. ഓക്കെ. കടലിൽ നിന്ന് കരയിലേക്ക് ആണ് പകൽ കാറ്റ് വീശുക. കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് അല്ലേ, ഇറ്റ് ഈസ് ബ്ലോഡ് ഫ്രം ദ സീ അല്ലേ. കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാറ്റിന് നമ്മൾ പറയുക സീ ബ്രീസ് എന്നാണ്, കടൽ കാറ്റ് എന്നാണ് പറയുക. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. എന്നാൽ രാത്രി എന്താ സംഭവിക്കുക? രാത്രി കര പെട്ടെന്ന് തണുക്കും അല്ലേ. അപ്പോൾ കരയുടെ മുകളിൽ എന്തായിരിക്കും? കൂൾ എയർ ആയിരിക്കും രാത്രി. കടലോ? കടൽ പതുക്കെയാണ് തണുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ കടലിൻ്റെ മുകളിൽ ഹോട്ട് എയർ ആയിരിക്കും രാത്രി. അപ്പോൾ കടലിൻ്റെ മുകളിലുള്ള ഹോട്ട് എയർ എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറവാണ്, മുകളിലേക്ക് പോവും അല്ലേ. അപ്പോൾ കരയുടെ മുകളിലുള്ള കൂൾ എയർ, ഡെൻസിറ്റി കൂടിയ, പ്രഷർ കൂടിയ എയർ എന്ത് ചെയ്യും? രാത്രി കാലങ്ങളിൽ കടലിലേക്കാണ് വീശുന്നത്. ഓക്കെ. വിൻഡ് ബ്ലോഡ് ഫ്രം ലാൻഡ് ടു സീ അറ്റ് നൈറ്റ്. ഓക്കെ. ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ്. പ്രഷർ എബവ് ദ ലാൻഡ് സർഫസ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ എബവ് ദ sea surface during night. Okay, so wind blowed from land to sea at night. ആ ഒരു അത്തരം കാറ്റിനെ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുക. അതിന് നമ്മൾ എന്താ പറയുക? ലാൻഡ് ബ്രീസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇതാണ് പ്രധാനമായിട്ടും ലോക്കൽ വിൻഡ് ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ള പ്രധാന മെക്കാനിസം എന്ന് പറയുന്നത്. രണ്ട് മെക്കാനിസംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അല്ല, ഒരു മെക്കാനിസം ഇതാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മെക്കാനിസം നോക്കുക, കോസ്ഡ് ബൈ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻ സൈഡ്സ് അല്ലേ. അത് കുന്നുകളിലും മലകളിലൊക്കെ ആണ് ഈ ഒരു രണ്ടാമത്തെ മെക്കാനിസം നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. എന്താണത്? ഈ കുന്നുകൾക്കും മലകൾക്കൊക്കെ സ്ലോപ്പുകളുണ്ട്, താഴ്വരകളുണ്ട് അല്ലേ. അപ്പോൾ ഡേ ടൈമിൽ എന്ത് ചെയ്യും? ഈ താഴ്വരകൾ നന്നായിട്ട് ചൂടാവും. ഓക്കെ. താഴ്വരകളും ഇതേപോലെ തന്നെയാണ്, പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. ലാൻഡ് പോലെയാണല്ലോ, ലാൻഡാണല്ലോ അല്ലേ. രാത്രി എന്ത് ചെയ്യും? അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, അങ്ങനെയാണല്ലോ. അപ്പോൾ സ്ലോപ്സ്, ഈ മൗണ്ടെയിൻ സ്ലോപ്സ് അല്ലെങ്കിൽ ഹിൽ സ്ലോപ്സ് ഒക്കെ പിന്നെ പകൽ നന്നായിട്ട് ചൂടാവും, റാപ്പിഡായിട്ട് ഹീറ്റഡ് ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള എയർ എന്താ? ഹോട്ട് എയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും, അത് മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? താഴത്തുനിന്ന്, മൗണ്ടെയിൻ്റെ താഴത്തുനിന്ന് എന്ത് ചെയ്യും? എയർ ഈ സ്ലോപ്പിലൂടെ മുകളിലേക്ക് അപ്വേർഡ്സ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ. താഴത്ത് കൂൾ എയർ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ കൂൾ എയർ, ഡെൻസിറ്റി കൂടിയ, പ്രഷർ കൂടിയ എയർ എന്ത് ചെയ്യും? സ്ലോപ്പിലൂടെ അപ്വേർഡായിട്ട് അടിക്കും. എപ്പോൾ? പകൽ, ഡേ ടൈമിൽ. എന്നാൽ നൈറ്റ് ടൈമിൽ എന്താ സംഭവിക്കുക? ഇത് പെട്ടെന്ന് തണുക്കും ചെയ്യും. എന്ത്? ഈ സ്ലോപ്സ് വേഗം തണുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കോൾഡ് എയർ ആയിരിക്കും, എന്നാൽ അടിഭാഗങ്ങളിൽ അപ്പോഴും എന്തായിരിക്കും? അപ്പോൾ കുറച്ച് ഹോട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക? രാത്രി കാലങ്ങളിൽ ഈ കോൾഡ് എയർ സ്ലോപ്പുകളിലുള്ളത്, ആ സ്ലോപ്പിൽ നിന്ന് താഴെ അല്ലേ ഡൗൺവേർഡ് സർഫസുകളിലേക്ക് എയർ, അവിടെ ഹോട്ടാണല്ലോ, അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യും? ഡൗൺവേർഡ് ഫ്ലോ ആണ് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മൗണ്ടെയിൻ സ്ലോപ്സിൽ നടക്കുന്ന ഈ ഒരു മെക്കാനിസവും ലോക്കൽ വിൻഡ്സ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് ഉണ്ടാവുന്ന ആ ഒരു മെക്കാനിസം, അതുപോലെ തന്നെ മൗണ്ടെയിൻ സൈഡ്സിൽ ഉണ്ടാവുന്ന ഇത്തരം ഒരു മെക്കാനിസം, ഈ രണ്ട് മെക്കാനിസംസ് ആണ് പ്രധാനമായിട്ടും ലോക്കൽ വിൻഡ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമുക്ക് അൺഈക്വൽ സോളാർ അബ്സോർപ്റ്റിവിറ്റീസ് ആൻഡ് തെർമൽ ടൈം കോൺസ്റ്റൻസ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ ഈസ് another factor affect on wind. It is the reason behind land breeze and sea breeze. Okay, it is one among the two mechanisms caused local wind. The second mechanism caused by hills and mountain sides. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വിൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ വിൻഡ് എനർജി നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വിൻഡ് എനർജിക്ക് ഉള്ള എനർജി ഫോം ഏതാണ്? വിൻഡ് ഫ്ലോ ചെയ്യുകയാണല്ലോ, മൂവ് ചെയ്യുകയാണല്ലോ അല്ലേ, മൂവിങ് എയർ ആണ്. അപ്പോൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിന് സാധാരണ ഉള്ള എനർജി കൈനറ്റിക് എനർജിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ വിൻഡിൻ്റെ കൈനറ്റിക് എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ്, യാന്ത്രികോർജ്ജമായിട്ട് മാറ്റുകയാണ്. ഓക്കെ. കാറ്റിൻ്റെ ഗതികോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ആ മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്
ഉപകാരപ്രദമായിട്ടുള്ള പല ജോലികളും ചെയ്യാൻ പറ്റും. ഓക്കെ, വി ക്യാൻ ഡു യൂസ്ഫുൾ വർക്ക് യൂസിങ് ദാറ്റ് മെക്കാനിക്കൽ എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ദ കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ്. അല്ലെങ്കിൽ നമുക്ക് ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ എനർജിയെ നമുക്ക് ഇലക്ട്രിസിറ്റി ആക്കിയിട്ട് മാറ്റാം എന്നുള്ളതാണ്. ജനറേറ്ററുകളിൽ വിൻഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ ഉണ്ടല്ലോ, വിൻഡ് മിൽസിൽ, കാറ്റാടിപ്പാടങ്ങളിൽ അല്ലേ, അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നത് ഈ ഒരു മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്ററുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ് ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ യൂസ്ഫുൾ വർക്ക് ആൻഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി യൂസിങ് ജനറേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിൻഡ് എനർജി പ്രയോജനപ്പെടുത്തുന്നത്. കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു പെർഫോം യൂസ്ഫുൾ വർക്ക് ഓർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഈസ് പോസിബിൾ. ഓക്കെ, കാറ്റിൻ്റെ ഗതികോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് യൂസ്ഫുൾ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിൻഡ് എനർജി കൺവേർഷൻ നടത്തുന്ന ഡിവൈസസിനെ നമ്മൾ സാധാരണ പറയുക വിൻഡ് ടർബൈൻസ് എന്നാണ്. ഓക്കെ, ഈ വിൻഡ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസസ് ഉണ്ടല്ലോ, ആ ഡിവൈസസിനെ നമ്മൾ പറയുന്ന പേരാണ് വിൻഡ് എനർജി ടർബൈൻസ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അല്ലെങ്കിൽ വിൻഡ് ടർബൈൻസ് എന്ന് പറയും. വിൻഡ് എനർജി കൺവേർഷൻ ഡിവൈസസ് ആർ കോൾഡ് വിൻഡ് ടർബൈൻസ്. എങ്ങനെയാണ് അത് കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത്? ഈ വിൻഡ് ടർബൈൻസിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ട്, ഒരു കറങ്ങുന്ന ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഈ വിൻഡ് ടർബൈനിലേക്ക് വിൻഡ് വന്നിട്ട് തട്ടണു അല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യാണ്? അത് റൊട്ടേറ്റ് ചെയ്യാണ്. ആ കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡിനെ അത് നേരെ കൺവേർട്ട് ചെയ്യുന്നത് റൊട്ടേഷൻ എനർജി ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് അല്ലേ. ആ റൊട്ടേറ്റിംഗ് പാർട്ട് തിരിയുമ്പോൾ ഒരു എനർജി ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ. എനർജി ഓഫ് റൊട്ടേഷൻ ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആ എനർജി ഓഫ് റൊട്ടേഷൻ ആയിട്ട് ആ കറങ്ങുന്ന ഭാഗം റോട്ടർ എന്നാണ് അറിയപ്പെടുക. ആ റോട്ടർ കറങ്ങുമ്പോൾ അല്ലേ ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി അല്ലെ. റൊട്ടേറ്റിംഗ് പാർട്ടുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എനർജി എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ ആ രീതിയിലാണ് കൺവേർഷൻ നടക്കുന്നത്. ദേ കൺവേർട്ട് എനർജി ഓഫ് വിൻഡ് സ്ട്രീം ഇൻ ടു റൊട്ടേഷൻ എനർജി അല്ലേ. നോക്കുക, ആ കറങ്ങുന്ന ഭാഗത്തിനെ പറയുക റോട്ടർ എന്നാണ്. ഈ ടർബൈനെ നമ്മൾ വിൻഡ് മിൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ നേരെ ഒരു ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടർബൈൻ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയാണ് വിൻഡ് മിൽസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദ ടർബൈൻ ഈസ് കണക്റ്റഡ് വിത്ത് എ ജനറേറ്റർ. ഓക്കെ, ആ ജനറേറ്റർ പ്രവർത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ടർബൈൻ ജനറേറ്റർ കോമ്പിനേഷനെ നമ്മൾ സാധാരണ എയറോ ജനറേറ്റർ എന്നാണ് വിളിക്കാറുള്ളത്. വിൻഡ് മിൽസിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് എയറോ ജനറേറ്റർ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടർബൈൻ ആൻഡ് എ ജനറേറ്റർ. ടർബൈൻ എന്ത് ചെയ്യുന്നു? വിൻഡിൻ്റെ കൈനറ്റിക് എനർജിയെ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ജനറേറ്ററോ ആ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ വിൻഡ് മില്ലിൽ മൊത്തം കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ് ആദ്യം മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, പിന്നെ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നോക്കുക, ബേസിക്സ് ഓഫ് വിൻഡ് എനർജി കൺവേർഷൻ ഈ പറഞ്ഞത് തന്നെയാണ്. കാറ്റിൻ്റെ ഊർജ്ജമാറ്റത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണ് പറയണത്. എന്താണ് നോക്ക്, വിൻഡ് ടർബൈൻസ് ക്യാപ്ചർ ദ എയർ ഫ്ലോ ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു റൊട്ടേഷണൽ മൂവ്മെൻറ്റ് അല്ലേ. ഈ വിൻഡ് ടർബൈൻസ് എങ്ങനെയാണ് ഈ കാറ്റിൻ്റെ ഒഴുക്കിനെ പിടിച്ചെടുക്കുന്നത്? അതിനെന്താക്കി മാറ്റുകയാണ്? ഒരു റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിട്ട്. റോട്ടർ എന്ന് പറയുന്ന പാർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ, ആ റോട്ടർ എന്ന് പറയുന്ന പാർട്ടിൻ്റെ മൂവ്മെൻറ്റ് റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. മീൻസ് അവിടെ കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു അല്ലേ. വിച്ച് സബ്സീക്വൻ്റ്ലി ഡ്രൈവ്സ് എ കൺവെൻഷണൽ ജനറേറ്റർ ഫോർ ഇലക്ട്രിസിറ്റി അല്ലേ. ആ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് കാരണം മീൻസ് ആ ഒരു മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കൺവെൻഷണൽ ജനറേറ്റർ നിയന്ത്രിക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ ഒരു കൺവെൻഷണൽ ജനറേറ്റർ പ്രവർത്തിക്കുക വഴി നമുക്ക് എന്ത് കിട്ടുകയാണ്? ഇലക്ട്രിസിറ്റി കിട്ടുകയാണ് ചെയ്യുക. അതാണ് എയറോ ജനറേറ്ററിൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് വിൻഡ് എനർജിയെ നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കിയിട്ട് മാറ്റുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് പറയുന്നത് പവർ ഇൻ വിൻഡ് എനർജി. വിൻഡ് എനർജിയുടെ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കുക, എന്താണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ എനർജി പ്രൊവൈഡഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു സെക്കൻഡിൽ നമുക്ക് ലഭിക്കുന്ന എനർജിയാണ്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ്, ഉപയോഗിക്കുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കാണ്. അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. അപ്പോൾ വിൻഡ് എനർജി ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് എത്ര, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വിൻഡ് എനർജിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എത്ര അല്ലേ, അതാണ് നമ്മൾ അതിനുള്ളൊരു
ഫോർമുലയാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കുക, ദ പവർ ഓഫ് എയർ മൂവ്മെൻറ്റ് അറ്റ് എ ടൈം ടി ഈസ് ഗിവൺ ബൈ, ടി എന്ന് പറയുന്ന ഒരു ടൈമിൽ എയർ മൂവ്മെൻറ്റിൻ്റെ പവർ കാണുന്നതിനുള്ള ഫോർമുലയാണ് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു, പി ഓഫ് ടി പവറാണ്, ടി ടൈമിലുള്ള വിൻഡിൻ്റെ പവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ എന്നാണ് ഇത് വായിക്കുക കേട്ടോ, റോ എ വി ഓഫ് ടി ക്യൂബ്. പി ഒന്നിങ്ങനെ വളച്ചിട്ടതാണ്, റോ എന്നാണ് വായിക്കുക, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഹാഫ് റോ എ വി ഓഫ് ടി ഹോൾ ക്യൂബ്, അതാണ് പവർ കാണുന്നതിനുള്ള ഫോർമുല. ഇവിടെ റോ എന്താ നോക്ക്, ഡെൻസിറ്റി ഓഫ് എയർ, അത് ഏകദേശം വരുന്നത് 1.22 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് എയർ അറൗണ്ട് 1.22 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഒരു മീറ്റർ ക്യൂബ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം 1.22 കിലോഗ്രാം എയർ ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എ എന്ന് പറയുന്നത് എന്താണ്, ഈ കാറ്റ് വീശുന്ന ആ ഒരു സർഫസിൻ്റെ ഏരിയയാണ്, ഏരിയ ത്രൂ വിച്ച് എയർ ഫ്ലോസ് അല്ലേ, ആ എയർ വീശുന്ന ആ ഒരു സർഫസിൻ്റെ ആ ഒരു ഏരിയയാണ്. വി ഓഫ് ടി എന്താണ്, വെലോസിറ്റി ഓഫ് എയർ മൂവ്മെൻറ്റ്, എയർ മൂവ്മെൻറ്റിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ഒരു പ്രവേഗം അല്ലേ, വേഗത ആണ് വി ഓഫ് ടി എന്ന് പറയുന്നത്. ഇനി നോക്കുക, അങ്ങനെയാണ് ഇത് പവറാണ്. കിലോ വാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റിൽ, അത് ശരിക്ക് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ വിൻഡ് എനർജി ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എനർജി ഓഫ് വിൻഡിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവർ, കിലോ വാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റിൽ വിൻഡിൻ്റെ എനർജി കാണുന്നതിനുള്ള ഫോർമുല കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. ഈസ് ഈക്വൽ ടു ഹാഫ് റോ എ ഡെൽറ്റ ടി സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n വി ഐ ഹോൾ ക്യൂബ്. ഇവിടെയും റോ ഡെൻസിറ്റി ആണ്, എ ആ ഏരിയ ത്രൂ വിച്ച് എയർ ഫ്ലോസ് ആണ്, ഡെൽറ്റ ടി ആ ടൈം ഓഫ് ഫ്ലോ ആണ്, വി ഐ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ വിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ, പവർ കാണുന്നതിനുള്ള ഫോർമുലയും കിലോ വാട്ട് അവറിൽ വിൻഡിൻ്റെ എനർജി കാണുന്നതിനുള്ള ഫോർമുലയും ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ വിൻഡ് എനർജിയെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, വിൻഡ് മില്ലിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെക്കാനിസംസും അവിടെ ഉപയോഗിക്കുന്ന അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.